നമ്മുടെ അരാപ്പയ്മ ആക്ച്വലി ചത്തുപോയി. എൻ്റെ പൊന്നു കടിക്കടാ. 1 2 3 4 5 6 7 8 9 എണ്ണമാണ്. നമ്മൾ വണ്ടിക്ക്. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെവിൻ സെറിയേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നുണ്ടല്ലോ നമ്മുടെ കുളത്തിൻ്റെ മേളിലാണ്. നമ്മൾ കുറേ നാളായിട്ട് നമ്മുടെ കുളത്തിൻ്റെ അപ്ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചതിൻ്റെ കാര്യം എന്താ വെച്ചാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുളത്തിൽ നമ്മുടെ മീനുകളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. വളരെ സാഡായിട്ടുള്ളൊരു കാര്യം നമ്മുടെ കുളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ ആദ്യമേ വീഡിയോ ആക്കണ്ട, കാരണം എന്താ വെച്ചാൽ കുറച്ച് ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. വീഡിയോ ആക്കണ്ട എന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇപ്പോൾ വീഡിയോ ആക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പം ഒത്തിരി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് നമ്മുടെ കുളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാം. നമ്മുടെ കുളത്തിലെ മീനുകളെല്ലാം നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. ഈ കുളത്തിലല്ല ആക്ച്വലി പ്രശ്നം ഉണ്ടായ കുളം പുറത്താണ് കേട്ടോ. അതെന്താണെന്ന് ഞാൻ പറയാം. അപ്പം നമ്മുടെ കിളികളും അതുപോലെ നമ്മുടെ മരങ്ങളൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, നമ്മുടെ മരങ്ങളൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എല്ലാം നല്ലതായിട്ട് തളിർത്തൊക്കെ വരുന്നുണ്ട്. ഇത് കണ്ടോ, പുതിയ ഇലയൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കാര്യം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് ഇത് കണ്ടോ, നമ്മൾ ഈ മരത്തിൻ്റെ അടിയിൽ ഇങ്ങനെ ഈ വേരിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കല്ല് വെച്ച് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇതെങ്ങനെയുണ്ടെന്ന് എല്ലാവരും ജസ്റ്റ് ഒന്ന് പറയുക കേട്ടോ. നല്ലതാണെങ്കിൽ നമുക്കിങ്ങനെ ഫുള്ള് ചെയ്യാം. നമ്മൾ നമ്മുടെ കിളിക്കൂട്ടിന് പുറത്തേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ഒരു കുളത്തിൽ നമ്മൾ എന്തൊക്കെ മീനുകളെയാണ് ഇട്ടിരിക്കുന്നതെന്ന്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് എല്ലാവർക്കും അറിയാം. ഇത് കണ്ടല്ലോ, നമ്മുടെ 2 ഓസ്കാർ അവിടെ നിൽപ്പുണ്ട്. പിന്നെ ബാക്കിയുള്ള മീനുകൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഇത്രയും നാളുകളായിട്ട്, നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഒരു മീൻ ചത്തുപോയി. ഏതായാലും 2 പേരേ ഉള്ളൂ. ഇപ്പോൾ 2 ഓസ്കാറേ ഉള്ളൂ. അതായത് നമ്മുടെ അരാപ്പയ്മ ആക്ച്വലി ചത്തുപോയി. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് വീഡിയോ ആക്കണ്ടെന്ന് വിചാരിച്ചാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷം തരുന്ന ഒരു ന്യൂസ് അല്ല. അപ്പോൾ നമ്മുടെ ചാനലിൽ കൂടെ നമ്മളങ്ങനെ യൂഷ്വലി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമ്മളങ്ങനെ പറയാത്തതാണ്. പക്ഷേ ഇത് പറയുന്നതിൻ്റെ കാര്യം, അതായത് നമ്മൾ ഈ ഒരു മീൻ സ്ഥിരമായിട്ട് തീറ്റ കൊടുത്തുകൊണ്ട് നമ്മൾ ചൂണ്ടിടാൻ പോകുമ്പോൾ പിടിക്കുന്ന മീനുകളാണ് അല്ലേ. പിന്നെ നമ്മൾ ചെമ്മീനാണ് നമ്മൾ ഫ്രഷ് ചെമ്മീൻ കായൽ സൈഡിൽ നിന്ന് മേടിച്ചാണ് കൊടുക്കുന്നത്. പക്ഷേ കുറച്ച് നാൾ ഈ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ അടുത്ത് കണ്ടെയ്ൻമെൻറ്റ്സ് ആണെങ്കിൽ ആയപ്പോഴേക്കും ചെമ്മീൻ കിട്ടത്തില്ലായിരുന്നു. നമ്മൾ ഈ കിട്ടിയ കുറച്ച് അയല, നമ്മൾ വീട്ടിൽ കറി വെക്കാൻ മേടിച്ച അയല കൊടുത്തതിൻ്റെ പിറ്റേ ദിവസമാണ് ചത്ത് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ എന്തായിരിക്കും നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മളെല്ലാവരും കഴിക്കുന്നത്. അതൊരു അല്പപ്രാണി ആയതുകൊണ്ട് നമ്മളങ്ങനെ കൊടുക്കാറില്ല പുറത്തുനിന്നുള്ള മീൻ. അപ്പം അതൊരു അല്പപ്രാണി ആയതുകൊണ്ട് അത് പെട്ടെന്ന് ചത്തുപോയി. അപ്പം നമ്മളെല്ലാവരും ഇതാണ് കഴിക്കുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ മീനുകളോ പൂച്ചനോ, ഞാൻ ഒരു ന്യൂസൊക്കെ അതിനിട്ട് വായിക്കാൻ തുടങ്ങിയത്, ഈ പൂച്ച ചത്തുപോയതൊക്കെ. അതായത് വീട്ടിൽ കറി വെക്കാൻ മേടിച്ച തീറ്റ കൊടുത്തിട്ട് പൂച്ചയൊക്കെ ചത്തുപോയ സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ മീനുകളോ പൂച്ചയോ പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന മീൻ ഒരിക്കലും സേഫ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചൂണ്ടിയിട്ട് പോയി പിടിക്കാനും പറ്റത്തില്ല. ഇതിനൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഗവൺമെന്റിന് ഒരു റെഗുലേറ്ററി സിസ്റ്റമോ അല്ലെങ്കിൽ ഒരു ടെസ്റ്റിംഗ് സിസ്റ്റമോ അല്ലെങ്കിൽ എന്തൊക്കെയല്ലേ. ഓക്കെ, എന്താണെങ്കിലും അത് വിടുവാണ്. അപ്പം ആരെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കുക, അങ്ങനെ വീട്ടിൽ മീനൊക്കെ ഉണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഇന്നത്തെ കണ്ടന്റിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കാര്യം നമ്മുടെ മീൻ ചത്തുപോയെങ്കിലും ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും. നമ്മളത് ഓർത്ത് നമുക്ക് ലൈഫ് ലോങ് വിഷമിച്ചിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ മൂവ് ഓൺ ചെയ്യുക. അപ്പം നമ്മളിന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മൾ അതിന് പരിഹാരമായിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ മേടിക്കാൻ പോകുന്ന സാധനത്തിന് എന്ന് പറയണോ, കുറേ നാളായി. അതായത് നമ്മുടെ കിളിക്കൂട്ടിലേക്കൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മേടിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ കുളത്തിലേക്ക്, അതുപോലെ നമ്മുടെ ഇപ്പോൾ അരാപ്പയ്മ ചത്തും പോയി. അപ്പം നമ്മൾ കുളത്തിലേക്ക് നമ്മൾ ഒരു വലിയൊരു പർച്ചേസ്, മമ്മിയൊക്കെ ഇച്ചിരി വിഷമിച്ചിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ എന്ത് സാധനത്തിനാണ് മേടിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പത്തെ വീഡിയോയ്ക്കകത്ത് കമന്റ് ചെയ്തൊരു സാധനത്തിനാണ്. ഏകദേശം 25,000 കമന്റാണ് വന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ നമ്മളതിന് മാക്സിമം മേടിക്കും. അങ്ങനെ ഫൈനലി നമ്മൾ മനാഫിയേട്ടൻ്റെ കടയിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം കേട്ടോ. എന്താണ് ഇന്ന് ഇവിടെ വലിയ തിരക്കില്ല കേട്ടോ. അപ്പം നമുക്ക് വണ്ടി ചേട്ടൻ്റെ കടയിലെ ഫ്രണ്ടിലോട്ട് തന്നെ പാർക്ക് ചെയ്യാം. നമ്മൾ ചേട്ടൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്നാലും ചേട്ടൻ സാധനത്തിന് എടുത്ത് വെച്ചിട്ടുണ്ട്. ചേട്ടനാണെങ്കിൽ കുറേ ക്ലീനായി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഓ, ഇതൊരു വെറൈറ്റി സാധനമാണല്ലോ. ഇതിന് ഞാൻ കാണിച്ചു തരാം. ചേട്ടൻ എന്നാലും വരട്ടെ. ചേട്ടൻ തിരക്കാണ് കേട്ടോ. മേടിക്കാൻ പോകുന്ന സാധനത്തിനെ കാണിച്ചു തരാം. നിങ്ങൾ ഓൾറെഡി സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഓ, അടിപൊളി. ഇത് ഇവിടെ ചേട്ടൻ ഒരു സാധനത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഫുള്ളി ടേംഡ് ആണ് കേട്ടോ. എൻ്റെ പൊന്നു കടിക്കുവേടാ? ഇല്ലല്ലേ? അതാ കടിക്കുവേടാ? ഇത് കൊള്ളാലോ, അടിപൊളിയല്ലേ? ഇനിയിപ്പോൾ ഉണ്ടല്ലോ നമ്മൾ മേടിക്കാൻ വന്ന സാധനത്തിനെ കാണിച്ചു തരാം. നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോയ്ക്ക് നമ്മൾ കാണിച്ചാൽ ഇത് കണ്ടോ, ഇവിടെ വലിയ സൈസുള്ള കോഴിക്കാർപ്പ് കിടപ്പുണ്ട്. ഇത് കോഴിക്കാർപ്പല്ല, ഇതിന്റെ പേരിലാണ് ചേട്ടാ? കഹോക്കോയി, അങ്ങനെയാണ് ചേട്ടാ പേര്. എനിക്ക് ഞാനിത് കണ്ടിട്ടില്ല കേട്ടോ ഇതുവരെ. പക്ഷേ ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സാധാ കോഴിക്കാർപ്പിനേക്കാളും കുറച്ചും കൂടെ തടിയുണ്ട്. പിന്നെ ഇവന്മാരുടെ സ്കെയിൽ കണ്ടോ, നല്ല രസമാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ ഫിന്നും വാലും ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിനകത്ത് എത്രയാണ് ചേട്ടാ കിടക്കുന്നത്? 14 ഉണ്ട്. നമ്മൾ ഈ 14 മൊത്തം ഒന്ന് മേടിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ ഇതിനെ മേടിക്കാൻ എങ്ങനെ ഞാൻ കാണിച്ചില്ല. അപ്പോൾ ചേട്ടാ നമുക്ക് ഇവന്മാരെ പാക്കിയല്ലേ, കാണാൻ തന്നെ രസമാണ് നോക്കിയത് കേട്ടോ. അടിപൊളിയല്ലേ?
പ്രത്യേകിച്ച് ഇവന്മാരുടെ ഫിന്നൊക്കെ. അപ്പോൾ നമ്മുടെ കുളത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. എനിക്ക് ഇതിനകത്തുള്ളതിൽ ഏറ്റവും വലുതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഒരു 12 ഇഞ്ച് നീളം മിനിമം ഉണ്ട് അല്ലേ? അതിന് മേളിൽ കാണും. ഓ അല്ലല്ല, ഏറ്റവും വലുത് ഇവിടെ വേറെ ഉണ്ട് കേട്ടോ. ഇതുണ്ടോ? ഇത് ഫീമെയിലാണ് അല്ലേ? മിക്കവാറും നമ്മുടെ കുളത്തിൽ കൊണ്ട് ബ്രീഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതുണ്ട്, അതിൻ്റെ വയറിനകത്ത് എഗ് ഉള്ളതാണ് കേട്ടോ. നല്ല തടിയുണ്ട് വയറിന്. ഓക്കെ കേട്ടോ, അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ എടുക്കാം. അപ്പോൾ ചേട്ടന്മാർ ആദ്യമേ ഇതിൻ്റെ ടോപ്പ് എടുത്ത് മാറ്റുവാണ് കേട്ടോ. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇതേ കുറേ വലയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവന്മാരെ പാക്ക് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ്. അത്യാവശ്യം വലിയ കവറാണ്. ചേട്ടൻ 2 കവർ എടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഒരു കവറിന് ലീക്ക് ഉണ്ടെങ്കിൽ അതിനകത്ത് കിടന്നോളും. ആദ്യമേ ആരെ പിടിക്കുന്ന നോക്കാം. ഓ അടിപൊളി, എനിക്ക് ആ ഒരു പ്രിൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുള്ള പ്രിൻ്റാണ്. ഇവന്മാരൊക്കെ എന്നാണെങ്കിലും ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ. അപ്പോൾ ചേട്ടൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതിനെല്ലാം ഓരോന്നായിട്ടാണ് പാക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് ചെറിയ സൈസുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ആകുമ്പോഴേക്കും ചെറുതാണ്. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് 2 എണ്ണമായിട്ട് പാക്ക് ചെയ്യാം കേട്ടോ. ഇത് നല്ല രസമുണ്ടല്ലോ, ഈ മഞ്ഞയും വൈറ്റും. അങ്ങനെ ഫൈനലി നമ്മൾ ഫുള്ള് മേടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറയാം എത്ര പാക്കേജ് ഉണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9 എണ്ണമാണ്. നമ്മൾ വണ്ടിക്കകത്ത് കയറുമായിരിക്കുമല്ലോ ആണല്ലേ? എങ്ങനെയുള്ള സീറ്റൊക്കെ അപ്പോൾ ചേട്ടാ ഇതിന്റെ പേര് എന്നോട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഇത് ഓക്കെ നമ്മൾ അന്ന് കബൂട്ട മേടിച്ചു. ഓക്കെ. അപ്പോൾ ചേട്ടൻ പറഞ്ഞനുസരിച്ച് ഇതിനകത്ത് ഒരെണ്ണത്തിന്റെ വയർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. ഈ ഒരു ഇതിനാട്ടോ, ഇതൊരു ഫീമെയിലാണ് കേട്ടോ. ഇതിന്റെ വയർ അത്യാവശ്യം വലുതായിട്ടിരിപ്പുണ്ട്. അപ്പോൾ മിക്കവാറും തന്നെ ഇതിന് എഗ്ഗ് കാണുമായിരിക്കും. അപ്പോൾ ഉടനെ തന്നെ മിക്കവാറും നമ്മുടെ കുളത്തിൽ ഈ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവന്മാരുടെ ഇത് വണ്ടിയിലോട് കയറ്റാൻ വേണ്ടി പോകണം. അപ്പോൾ ചേട്ടൻ്റെ പ്രൈസ് എത്രയാണ്? 32,500 രൂപയാണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ പ്രൈസ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവനെ എടുത്ത് വണ്ടിയിലോട് കയറ്റാം കേട്ടോ. അപ്പോൾ വണ്ടിക്ക് അത് അത്രയ്ക്ക് ഒത്തിരി ഇടയൊന്നുമില്ല. ശരി, ഈ സാധനം മാറ്റാവേ. അപ്പോൾ ചേട്ടൻ എടുത്തുകൊണ്ട് ആപ്പാടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിഷ് സ്പേസ്. എന്തായാലും നമ്മൾ ഫുള്ള് സാധനം കയറ്റാൻ വേണ്ടി പോകുന്നുണ്ട്. തിരിച്ചിടാം. അടിപൊളി. ഇത്ര ഉള്ളൂ ചേട്ടാ? അല്ലല്ലോ, ഇനിയുണ്ടോ? ലാസ്റ്റ് ആണോ? അവിടെ ആ സൈഡ് കുഴപ്പമില്ല. ഇല്ല, പെർഫെക്റ്റ്. അപ്പോൾ നമ്മൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടാ എമൗണ്ട് ഞാൻ ഗൂഗിൾ പേ ചെയ്താൽ ചേട്ടാ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളിനി നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. വീട്ടിൽ പോയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ കുളത്തിലേക്ക് യുവന്മാരെ അഴിച്ചുവിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുളത്തിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഴിച്ചുവിടുമ്പോഴേക്കും നല്ല രസമായിരിക്കും. കാര്യം നമ്മുടെ കുളത്തിൽ നമുക്ക് ഇത്രയും വലിയ കോഴിക്കാർപ്പില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിരിക്കും അല്ലേ? അവർക്കൊരു കൂട്ട് കിട്ടും. അവർക്കൊരു കൂട്ടാണ്. അത് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരാപ്പയമ്മ ഡെഡായി പോയതുകൊണ്ട് തന്നെ മമ്മിയൊക്കെ ആണെങ്കിൽ ഇച്ചിരി വിഷമിച്ചിരിക്കുവാണ് കേട്ടോ. കാരണം നമ്മൾ ഇത്ര നാൾ വളർത്തിയ മീനാണല്ലോ. അപ്പോൾ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിക്കൊക്കെ ഒരു സന്തോഷമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഈ മീനിനെ മേടിച്ച്. ഇവിടെ ആൾ നമ്മളെ നോക്കിയിരിക്കുന്നു. ആരാ ഇത്? ശോഭേ. പുള്ളിക്കാരി അവിടെ ഇങ്ങനെ എന്തോ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി കൊണ്ട് വീട്ടിലോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ശോഭ എവിടെ എന്ന് ചോദിച്ചായിരുന്നു. ശോഭ എവിടെ? ശോഭ ഇവിടെ ഉണ്ട്. കണ്ടല്ലോ, ഇവിടെ രാവിലെ നമ്മളിവിടെ കൊണ്ട് വിട്ടിരിക്കുകയാണ് കേട്ടോ. എന്നാടി നമ്മളിപ്പോൾ ഇവിടെ അങ്ങനെ അധികം അഴിച്ചു കൊടുത്തില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ആൾക്കാർ താമസിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കാണെങ്കിൽ അവിടെ താറാവും കോഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവള് ചിലപ്പോൾ പോയിട്ട് ചിലപ്പോൾ പിടിച്ചോണ്ട് വരും അല്ലേടി? അപ്പോൾ അവളവിടെ നിൽക്കട്ടെ. മമ്മി ബാബാ പെട്ടെന്ന് മീൻ വെട്ടി കഴിഞ്ഞോ? പുള്ളിക്കാരി കളിക്കാൻ വേണ്ടി നടക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ മേടിച്ചുകൊണ്ട് വന്ന സാധനത്തിൽ തന്നെ നീ കാണിച്ചു തരാം. എല്ലാവരും ബാ. ശോഭ നോക്കുക ഇന്നത് എന്നാ ഉള്ളതെന്നേ. ദേ കാണിച്ചു തരാം. ഇന്ന് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് എല്ലാവർക്കും. ഇത് കണ്ടല്ലോ. അരാപ്പമീനെ മാത്രം മേടിച്ചില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി കുറച്ച് നാളത്തേക്ക് അരാപ്പമീനെ മേടിക്കുന്നില്ല. കാര്യം ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇടയ്ക്ക് തീറ്റ കൊടുക്കാൻ പറ്റാതിരിക്കുവാണെങ്കിൽ നമുക്ക് ഈ കടയിൽ നിന്ന് മേടിക്കുന്ന മീൻ കൊടുക്കുവാണെങ്കിൽ നമ്മുടെ അരാപ്പയ്മ അങ്ങനത്തെ മീനുകൾ ചത്തുവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ മീനെ മേടിക്കുന്നില്ല തൽക്കാലം. മീനെയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. പിടിച്ചേ. അപ്പോൾ ഈ ഒരെണ്ണം പിടിക്കാൻ പറ്റുമോ? എന്നാ ഓക്കെ. പപ്പയുടെ കയ്യിൽ 2 കൊടുത്തിട്ടുണ്ട്. ചേച്ചിക്ക് 2 പിടിക്കാൻ പറ്റുമോ? പറ്റും. അല്ല ഇനിയുണ്ട് 2 മിച്ചമുണ്ടല്ലോ. അപ്പോൾ എന്നായി ആണോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇത്രയായിട്ട് പോകാം കേട്ടോ. ബാക്കി പപ്പ എടുത്തുകൊണ്ട് വരും. അപ്പോൾ നമ്മൾ ഇവരായിട്ട് നേരെ കുളത്തിലേക്ക് പോവാണ്. കുളത്തിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം മീനുകളെയൊക്കെ നല്ല അടിപൊളിയായിട്ട്. ചേച്ചി ചാടി കയറി 2 എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഓക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ടേ. നമ്മുടെ കുളം നമ്മൾ ഇന്ന് നിറയ്ക്കാൻ വേണ്ടി പോവാണ്. എല്ലാത്തിനും നമ്മൾ ഈ സൈഡിലേക്ക് വെക്കുവാണേ. ഇനിയിപ്പോൾ 2, 4, 6, 7 എണ്ണമായി. എനിക്ക് 2 ബോക്സിനുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ കിളിക്കൂട് ഇങ്ങനെ നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു. ഒരു കുഴപ്പമില്ല. ഇപ്പോൾ വെയിലൊക്കെ ഇച്ചിരി മാറി. ഇപ്പോൾ ഫുള്ള് മഴക്കാർ കയറി വരുവാണ് കേട്ടോ. ഓക്കെ, ഇവരെല്ലാം നമുക്കെടുത്ത് ഇവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് പൊട്ടിക്കാം. ഇതിനകത്ത് പൊട്ടിക്കുന്നത് ആദ്യമേ നമ്മുടെ കിളിക്കൂട്ടി മുട്ടയിടാൻ വേണ്ടി പോകുന്നൊരു മീനുണ്ട്. ഞാൻ കാണിച്ചു തരാം അതിനെ. മുട്ടയിടാൻ അല്ല, കിളിക്കൂട്ടിലല്ല, നമ്മുടെ കുളത്തിൽ മുട്ടയിടാൻ പോകുന്നൊരു മീനുണ്ട്. അതിനെ ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മൾ കുളത്തിലേക്കും അക്വേറിയത്തിലേക്കും ഒക്കെ പുതിയ മീനുകളെ മേടിക്കുമ്പോഴേക്കും എപ്പോഴും
നമ്മൾ ആ ഒരു കവറോട് കൂടി ഇതിനെ കുളത്തിലേക്ക് ഇടണം. അത് മീനുകൾക്ക് എപ്പോഴും ഒത്തിരി നല്ലതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 10-12 മിനിറ്റായി നമ്മുടെ മീനുകളെല്ലാം ടെമ്പറേച്ചറുമായിട്ട് യൂസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതിനെ കാണണമെന്നാണ് പറഞ്ഞേ. നമുക്ക് ഈ ഒരു കവർ കട്ട് ചെയ്യാം. ഞാൻ പിടിക്കട്ടെ. അപ്പോൾ ഇവനെ പിടിക്കാൻ ഇച്ചിരി പാടാണ്, പക്ഷേ കുഴപ്പമില്ല, ഞാൻ തന്നെ പിടിക്കുക. ഇതുകൊണ്ട് നമ്മുടെ കുളത്തിൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും വലിയ മീനായിരുന്നു. ഇതുണ്ടോ? അയ്യോ, അതിനെ കാണാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. നമുക്ക് കാർപ്പിൻ്റെ കുഞ്ഞുങ്ങൾ അടുത്ത സെറ്റ് ഇറങ്ങും. നമുക്കിപ്പോൾ ഒരു 10-15 കുഞ്ഞുങ്ങളെ കിട്ടി കേട്ടോ. ഞാൻ അധികം പേടിപ്പിക്കാതെ പിടിക്കാം. ഫസ്റ്റ് നമ്മൾ ഈ മഞ്ഞാനെ പിടിക്കുവാണേ. ഇത് കണ്ടോ? ഇതാണ്ടോ? അല്ലേടാ, അവിടെ ഇരിക്കും. ഉമ്മാർക്ക് ഇത് ചെറിയ മീശയൊക്കെ ഉണ്ട് കേട്ടോ. എടാ പോലെടാ, പോലെ വെയിറ്റ്. ഇച്ചിരി വെള്ളം കുടിക്കുക. ഒന്ന് റിലാക്സ് ആകൂ. ഒന്ന് റിലാക്സ് ആയിട്ട് പൊക്കെ. ഞാനിവിടെ 2 മിനിറ്റ് ഹോൾഡ് ചെയ്തിരിക്കുവാണേ. അത് കണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പ്രിൻ്റ്, നമ്മുടെ 3ാമത്തെ മീനാണ്. നമ്മളധികം ബലം പിടിക്കാതിരിക്കുകയാണെങ്കിൽ ഇവന്മാർ അങ്ങനെ ഇരുന്നോളും കേട്ടോ. കയ്യിൽ ഇത് കണ്ടോ? ബാ പൊക്കോ. അപ്പോൾ നമ്മൾ അവനെയും ഇട്ടിട്ടുണ്ട്. ശരിയാവേ, ഇത് കണ്ടല്ലോ. ഇവിടെ വാടാ. ശേ, എൻ്റെ കയ്യിൽ കയറുന്നില്ല. വാടാ. നമ്മളിപ്പോൾ എടുത്ത പോലെ തന്നെ സേഫാണ്. അവിടെ ഇരി. സെയിം ആണ് കേട്ടോ. അതുപോലെ ഇവന്മാരുടെ ചെതുമ്പലൊക്കെ കേട്ടോ. അയ്യോ, ചെതുമ്പൽ കാണിക്കാൻ വേണ്ടി പറ്റില്ല, അതിന് മുമ്പ് പോയി. നമ്മൾ അടുത്തവനെ പിടിച്ചിട്ടുണ്ട്. നമുക്കില്ലാത്ത ഇത് കൊള്ളാം കേട്ടോ. ഇതുണ്ട്, പിന്നെ മീശ ഉണ്ടോ? വലിയ മീശയൊക്കെ ഉണ്ട്. പോലെടാ. അയ്യോ, ഞാനൊന്ന് വൃത്തിയായിട്ട് കാണിക്കാൻ വേണ്ടി ഇവന്മാരൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. അടിപൊളി. ഒന്ന് കാണിച്ചു കൊടുത്താൽ, മേളിൽ നിന്ന് കാണിച്ചു കൊടുത്താൽ വെച്ചാൽ, അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം നമുക്ക് ചിലപ്പോൾ ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. ഓക്കെ, ഇത് കണ്ടല്ലോ. അപ്പോൾ നമ്മളിവനെ പിടിക്കുവാണ്. കണ്ടോണേ. ഇവൻ്റെ മേഘത്ത് എനിക്ക് തോന്നുന്നത് നമ്മൾ അക്വേറിയത്തിൽ നിന്ന് പിടിച്ചപ്പോഴേക്കും ഗ്ലാസ് പിടിച്ചാന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഇച്ചിരി മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു മുറിഞ്ഞ് അതോ ഇൻഫെക്ഷൻ ആണെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മുടെ കുളത്തിലുള്ള സൈസാണ്. പോലെ വെള്ളം വെക്കല്ലേ. വെയിറ്റ്. നല്ല ഗോൾഡൻ കളറാണ്. ഇത് കണ്ടല്ലോ. പൊക്കോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈ കപ്പയിൽ ഇട്ട് കൊടുത്തേക്ക് നമ്മൾ കപ്പയിൽ ഇവർക്ക് തിന്നാൻ വേണ്ടി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ കപ്പയിൽ ഇവർ കഴിക്കുന്നുണ്ടല്ലോ. ഇതിന് വാലിന് നല്ല നീളമുള്ളതായിരുന്നു കേട്ടോ. പക്ഷെ അവൻ പറന്നു പോയെന്നല്ല, നീന്തിപ്പോയി കേട്ടോ. ഞാൻ എപ്പോഴും കിളീനെ അൺബോക്സ് ചെയ്ത് എല്ലാം പറന്നു പോയെന്ന് എൻ്റെ വായി വരുന്നേ. അപ്പോൾ ഇതിനകത്തും 2 മീനാണ്. ഇതിനകത്തുള്ളത് നമ്മുടെ ഗോൾഡൻ പ്രിൻറ്റും മറ്റേ പ്രിൻറ്റിനെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഓറഞ്ചിനെ പിടിക്കാം. അത് അത്യാവശ്യം വലുതാണ് കേട്ടോ. ഇതുണ്ടോ? അതുപോലെ തന്നെ ഇതിൻ്റെ വാല് കണ്ടോ? നല്ല വലിയ വാലാണ്. പൊക്കോ. അതുപോലെ മീശ കണ്ടല്ലോ. ഇവന്മാർക്ക് നല്ല മീശയൊക്കെ ഉണ്ട്. പൊക്കോടാ. പൊക്കോ. ഇതും പാവാണ് കേട്ടോ. ഇത് കൊള്ളാലോ. എടാ, രസമുണ്ടല്ലോ ഇതിനെ കാണാനായിട്ട്. പൊക്കോ കേട്ടോ. ഇത് തുറന്നുള്ളൂ. ഒരെണ്ണം ഉള്ളെങ്കിൽ വലുതാണ്. ഇത് വലുതാണ് കേട്ടോ. നമുക്കുള്ള പ്രിൻ്റാണ്, പക്ഷേ നമുക്ക് ഇത്രയും വലിയ സൈസ് ഇല്ല കേട്ടോ. ഇത് നല്ല തിക്ക്, നല്ല തടിയനാണല്ലോ. കണ്ടോണേ. ഇത് കണ്ടോ? പോലെ വെയിറ്റ്. ഞാൻ ഒന്ന് കാണിച്ചോട്ടെ നിങ്ങളെ. ഇത് കണ്ടോ? അത്യാവശ്യം നല്ല വലിയ സൈസാണ്. പൊക്കോടാ. പോകാനായിട്ട് ധൃതി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ കോഴിക്കാർപ്പുകൾ നമ്മൾ അഴിക്കാൻ വേണ്ടി പോകണം. ആ ഒരു കവറിനകത്ത് 2 എണ്ണം ഉണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെ പിടിക്കാത്തൊരു പ്രിന്റിനെ തന്നെ ഞാൻ പിടിക്കുക. ആദ്യമേ പാവത്താനാണ് തോന്നുന്നു കണ്ടിട്ട്. ഇത് കണ്ടല്ലോ, നമ്മുടെ കുളത്തിലുള്ള പ്രിന്റാണ്, പക്ഷേ നമുക്ക് ആദ്യം മേടിച്ചോണ്ട് വന്ന കൂട്ടത്തിൽ നമ്മുടെ കുളത്തിലുള്ള പ്രിന്റാണ്, പക്ഷെ നമുക്ക് ഈ ഒരു ഇത്രയും വലിയ സൈസ് ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അവനും പോയിട്ടുണ്ട്. മഞ്ഞയെല്ലാം പാവാന്നാണ് ചേച്ചി പറഞ്ഞത് കേട്ടോ. ഇത് കണ്ടല്ലോ, ശരിയാ കേട്ടോ, അനങ്ങുന്നില്ല. ഇത് കണ്ടോ, മഞ്ഞകളെല്ലാം പാവാണല്ലോ. ഇത് കണ്ടോ എടാ. അപ്പോൾ നമ്മളിന്ന് മേടിച്ചാൽ അവസാനത്തെ മീൻ കേട്ടോ. പൊക്കോ. ഓക്കെ, അപ്പോൾ നമ്മൾ അവനെയും അൺബോക്സ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മീനുകളൊക്കെ നടക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് കണ്ടോ, നമ്മളിപ്പോൾ കൊണ്ടുവന്ന മീനുകളൊക്കെ ഇതിലും വേണ്ടി നടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു സൈസിൽ വ്യത്യാസം നല്ലതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ ഒരാൾ മീനെ കാണാൻ വേണ്ടി വന്നേക്കുന്നുണ്ടോ, കോക്കു. പപ്പ എടുത്ത് പോകണം കേട്ടോ. കോക്കു എപ്പോഴും ആൾക്കാരുടെ ദേഹത്തെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇനി മമ്മി, നമ്മുടെ അരാപ്പമി അത്തുപോയതിൻ്റെ വിഷമം മാറിയോ? അത് അരാപ്പമി അത്തുപോയതിൻ്റെ വിഷമം മാറത്തില്ല, ഈ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ വിഷമങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ലൈഫിൽ സംഭവിക്കും. പക്ഷേ നമുക്ക് മൂവ് ഓൺ ചെയ്തേ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതങ്ങ് മറക്കുവാണ്, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ മീനുകളൊക്കെ അടിപൊളിയായിട്ടിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ അടുത്ത് വരാൻ വേണ്ടി പോകുന്ന വീഡിയോ നമ്മുടെ മാൽദീവ്സിലെ അടുത്ത എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. സി ചേച്ചി, മമ്മി, പപ്പ, കോക്കു, അഞ്ജന ചാച്ചൻ. ആദിൽ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ? 9ാം ക്ലാസ്സിൽ. അപ്പോൾ താങ്ക് യു സോ മച്ച് കേട്ടോ. 13 മീനുണ്ട്, 13 മീൻ. അപ്പോൾ ഇതിന് ഏകദേശം എത്ര രൂപ വില ഉണ്ടായിരിക്കും? ഒരു ആവറേജ് ഒരു മീൻ്റെ വില പറഞ്ഞാൽ മതി. 2000 രൂപ. ഓക്കെ ചേച്ചി, ഒരു മീൻ്റെ വില പറഞ്ഞാൽ മതി. ആവറേജ് 3000 രൂപ ഒരു മീനിന്. ഒരു 400-500 രൂപ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സി ചേച്ചിയാണ്. ആവറേജ് 3000 രൂപ. അപ്പോൾ 13 മീൻ.
100 rupees വർത്ത് ബിറ്റ് കോയിൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഡൗൺലോഡ് ചെയ്യും. താങ്ക് യു. ഞാൻ വണ്ടി കണ്ടിട്ട് കിട്ടിയതാ. ആണോ? പേരെങ്ങനെയാ? എന്റെ പേര് അജ്മൽ. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ അടുത്ത ആൾ വന്നിട്ടുണ്ട്. ഇതുണ്ടോ? ബാബാ ഇവിടെ ഒരാൾ കുറെ തുടങ്ങിയിട്ടുണ്ട്. എടുത്തോ. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എൻ്റെ പേര് സെവൻ സിറേക്ക്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിഷിംഗ് ഫ്രീക്സ്.